ഹായ് ഫ്രണ്ട്സ്, DJ മിഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പത്താം തര വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ രസതന്ത്രത്തിൽ നിന്നും അല്പം ബുദ്ധിമുട്ട് എന്ന് തോന്നുന്ന ചില പാഠഭാഗങ്ങൾ DJ മിഷൻ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് 10ാം ക്ലാസ്സിലെ രസതന്ത്രത്തിലെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഇലക്ട്രോളിസിസ് എന്ന ഭാഗം എടുക്കുന്നതിന് വേണ്ടിയാണ്. എന്താണ് ഇലക്ട്രോളിസിസ്? നമുക്കറിയാം. ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ അവയ്ക്ക് വിഘടനം സംഭവിക്കുന്നത്. നമുക്ക് 10ാം ക്ലാസ്സിൽ 6 ലായനികളുടെ ഇലക്ട്രോളിസിസ് ആണ് പഠിക്കാനുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ് അവർ പറയുന്ന ഒരു ഭാഗം. പക്ഷേ ഇതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് ഇത് പഠിക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പട്ടിക വരച്ച് ആ പട്ടിക കംപ്ലീറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, വായിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലായനിയിലെ ഘടകങ്ങൾ, കാഥോഡിലേക്ക് നീങ്ങുന്നവ, നിരോത്സീകരണ പ്രവണത കൂടിയത്, കാഥോഡിലെ രാസപ്രവർത്തനം, ആനോഡിലേക്ക് നീങ്ങുന്നവ, ഓത്സീകരണ പ്രവണത കൂടിയത്, ആനോഡിലെ രാസപ്രവർത്തനം, ലായനിയിൽ അവശേഷിച്ചത്, ലഭിച്ച ഉൽപ്പന്നങ്ങൾ. ഇനി നമുക്ക് ഇലക്ട്രോളിസിസിൽ നമുക്ക് പഠിക്കാനുള്ള 6 ലായനികളാണ്. ആദ്യം ഉരുകിയ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ മോൾട്ടൺ NaCl. നമുക്കറിയാം, ഉരുകിയ NaCl സോഡിയം ക്ലോറൈഡ് ലായനി തമ്മിൽ എന്താ വ്യത്യാസം? ഉരുകിയ NaCl എന്ന് പറഞ്ഞാൽ അതിൽ സോഡിയം ക്ലോറൈഡ് ഉപ്പ് ഉരുകിയതാണ്, അതിനകത്ത് വെള്ളമില്ല, ഉപ്പ് ഉരുകിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലെ അയോണുകൾ ഏതൊക്കെയാണ്? Na+ഉം Cl-. അപ്പോൾ ലായനിയിൽ ഏതൊക്കെ അയോണുകളുണ്ട്? Na+, Cl-. നമുക്കറിയാം, ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ 2 ഘടകങ്ങളേ ഉള്ളൂ, Na+ഉം Cl-. അതിൽ കാഥോഡിലേക്ക് നീങ്ങുന്നവ കാഥോഡിലേക്ക് നീങ്ങുന്നവരുടെ പ്രത്യേകത എന്താ? കാഥോഡെന്ന് പറയുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡ്. അപ്പോൾ അതിലേക്ക് പോസിറ്റീവ് അയോണുകൾ മാത്രമേ പോകുള്ളൂ. നമുക്ക് ഇതിൽ കാഥോഡിലേക്ക് നീങ്ങുന്ന ആരായിരിക്കും? Na+. ഈ Na+ കാഥോഡിലെത്തി അതിൽ നിരോത്സീകരണ പ്രവണത കൂടിയതും അത് സോഡിയം Na+ മാത്രമേ ഉള്ളൂ. അപ്പോൾ കാഥോഡിലെ രാസപ്രവർത്തനം എന്തായിരിക്കും? കാഥോഡിലാണ് എന്ത് നടക്കുന്നത്? നിരോത്സീകരണം നടക്കുന്നത്. എന്താ നിരോത്സീകരണം? ഇലക്ട്രോൺ ലഭിക്കുന്ന പ്രക്രിയ. അപ്പം Na+ അയോൺ കാഥോഡിലെത്തി ഇലക്ട്രോൺ മേടിച്ച് സോഡിയം ആറ്റമായിട്ട് തീരും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? Na+ + 1 ഇലക്ട്രോൺ ഗീവ്സ് Na. ഇപ്പം പിടികിട്ടല്ലോ, ഇതാണ് കാഥോഡ് നടക്കുന്ന രാസപ്രവർത്തനം. ഇനി ആനോഡിലേക്ക് നീങ്ങിയതാരാ? Cl-. ഈ Cl-നാണ് ഓക്സീകരണ പ്രവണത കൂടിയത്. ഇപ്പം ആനോട് നടക്കുന്ന രാസപ്രവർത്തനം എന്താണ്? എന്താ ഓക്സീകരണം? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രക്രിയ. ഇപ്പോൾ Cl- അയോൺ ആനോഡിലെത്തി ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തും. അപ്പോൾ എങ്ങനെ എഴുതാം? 2Cl- ഗീവ്സ് Cl2 + 2 ഇലക്ട്രോൺ. ലായനിയിൽ ആരെങ്കിലും അവശേഷിച്ചോ? ഇല്ല. സോഡിയം ക്ലോറൈഡ് ലായനിയെ വൈദ്യുതി നടത്തുമ്പോൾ ഒന്നും അവശേഷിക്കില്ല. ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഇവിടെ എന്ത് കിട്ടി? സോഡിയം കിട്ടി, ക്ലോറിനും കിട്ടി. ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം Cl2. 2 ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇതിങ്ങനെ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇനി അടുത്തതിലേക്ക് കടക്കാം. സോഡിയം ക്ലോറൈഡ് ലായനി അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന അറിയാലോ. ഉപ്പെടുത്തിട്ട് ഉപ്പിലേക്ക് വെള്ളം ചേർത്താണ്. അപ്പോൾ അതിലേതൊക്കെ ഘടകങ്ങൾ കാണാം? നമുക്ക് നോക്കാം. Na+ ഉണ്ട്, Cl- ഉണ്ട്, പിന്നെ ജലമുണ്ട്, H2O. അപ്പോൾ 3 ഘടകങ്ങൾ അതിലുണ്ട്. Na+, Cl-, H2O. ഇതിൽ കാഥോഡിലേക്ക് നീങ്ങുന്ന ആരൊക്കെ ആയിരിക്കാം? Na+ഉം H2O. Na+, H2O. ഇതിൽ നിരോത്സീകരണ പ്രവണത അല്ലെങ്കിൽ റിഡക്ഷൻ ടെൻഡൻസി കൂടിയതാരാ? നമുക്കറിയാം, ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമ്മൾ പഠിച്ചു. അതിൽ സോഡിയം മോളിൽ ഹൈഡ്രജൻ താഴെ. ഇപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആരായിരിക്കും നിരോത്സീകരണ പ്രവണത കൂടിയത്? ജലം തന്നെ, H2O. H2Oയ്ക്കാണ് നിരോത്സീകരണ പ്രവണത കൂടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാഥോഡ് നടക്കുന്ന രാസപ്രവർത്തനം എന്തായിരിക്കും? 2H2O + 2 ഇലക്ട്രോൺ ഗീവ്സ് H2 + 2OH-. ഇതിങ്ങനെയാണ് ഘടകങ്ങൾ കിട്ടുക. അപ്പോൾ ഇവിടെ കിട്ടിയ ഉൽപ്പന്നം എന്താണ്? ഹൈഡ്രജൻ. അതായത് 2 ജല തന്മാത്ര പോയി 2 ഇലക്ട്രോൺ വാങ്ങി H2 കിട്ടി, കൂടാതെ 2OH- കിട്ടി. ഇനി ആനോഡിലേക്ക് നീങ്ങിയത് ആരൊക്കെ ആയിരിക്കും? ഇതിൽ
Cl-H2O. അതിൽ ഓക്സീകരണ പ്രവണത കൂടിയതായിരിക്കും Cl- തന്നെ. ഇതിൽ ഇക്വേഷൻ മാറ്റമില്ല. മുകളിലത്തെ ഇക്വേഷൻ തന്നെ ഇവിടെ വരും. 2Cl- gives Cl2 plus 2 ഇലക്ട്രോൺ. ലൈനിൽ ആരൊക്കെ അവശേഷിച്ച് നോക്കാം. ഈ Na+ അവശേഷിച്ചു. ഇവിടെ OH- ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ ലൈൻ എന്തായിട്ട് മാറുകയും NaOH ആയിട്ട് മാറും. ഇപ്പോൾ ലൈന് NaOH ആയി. ഇനി കിട്ടിയ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കാഥോഡിൽ കിട്ടി ഹൈഡ്രജൻ, ആനോഡിൽ എന്ത് കിട്ടി? ക്ലോറിൻ കിട്ടി. ലൈനിൽ നമുക്ക് എന്ത് കിട്ടി? NaOH കിട്ടി. ഇപ്പോൾ 3 ഉൽപ്പന്നങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഹൈഡ്രജൻ കിട്ടി, ക്ലോറിൻ കിട്ടി, NaOH കിട്ടി. സോഡിയം ക്ലോറൈഡ് ലൈനിയെ വധീശ്വാസം നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ, ക്ലോറിൻ, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇനി നമുക്ക് നോക്കാം പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ. പൊട്ടാസ്യം ക്ലോറൈഡ് ലൈന് ഏതൊക്കെ അയോണുകളുണ്ട്? K+ ഉണ്ട്, Cl- ഉണ്ട്, H2O ഉണ്ട്. അതിൽ കാഥോഡിലേക്ക് നീങ്ങുന്ന ആരൊക്കെയായിരിക്കും? ഈ പോസിറ്റീവ് അയോൺ K+. പിന്നെ ജലവും. ഇതിൽ നിരോക്സീകരണ പ്രവണത കൂടിയതാരായിരിക്കും? H2O തന്നെ. അങ്ങനെ ആകുമ്പോൾ കാഥോഡിലെ രാസപ്രവർത്തനം ഈ ഇക്വേഷൻ തന്നെ 2H2O plus 2 ഇലക്ട്രോൺ gives H2 plus 2OH-. ആനോഡിലേക്ക് നീങ്ങുന്ന ആരൊക്കെയായിരിക്കും? Cl- H2O. അപ്പം അതിൽ ഓക്സീകരണ പ്രവണത കൂടിയത് Cl- തന്നെ. അപ്പം ആനോഡ് രാസപ്രവർത്തനം ഇത് തന്നെ 2Cl- gives Cl2 plus 2 ഇലക്ട്രോൺ. ആരായിരിക്കും അവശേഷിക്കുക? ഇവിടെ നോക്കിയേ, K+ അവശേഷിക്കും. ഇവിടെ അയോണായിട്ട് നിൽക്കുന്നു. OH ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. അപ്പം അവശേഷിച്ച വസ്തു KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. നമുക്ക് കിട്ടിയ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഹൈഡ്രജൻ കിട്ടി, ക്ലോറിൻ കിട്ടി, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും കിട്ടി. ഇപ്പോൾ ലൈന് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ഇനി അടുത്തത് ഏതാണ്? Cl2 സൊല്യൂഷൻ. നമുക്കറിയാം Cl2 സൊല്യൂഷനിൽ ഏതൊക്കെ അയോൺ ഉണ്ടാകാം? കോപ്പർ അയോൺ ഉണ്ടാകും, ക്ലോറിൻ അയോൺ ഉണ്ടാകും, ജലം ഉണ്ടാകും. അപ്പം Cu2+, Cl- H2O, ഇങ്ങനെ 3 അയോണുകളുണ്ട്. അപ്പം ഇതിൽ കാഥോഡിലേക്ക് നീങ്ങുന്ന ആരൊക്കെ ആയിരിക്കാം? പോസിറ്റീവ് അയോൺ Cu2+, H2O. ഈ 2 പേര് ചെന്നാൽ ആരായിരിക്കും നിരോക്സീകരണ പ്രവണത കൂടിയത്? നമുക്കറിയാം ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജൻ്റെ താഴെയാണ് കോപ്പറിൻ്റെ സ്ഥാനം. അതുകൊണ്ട് ആരായിരിക്കും പോവുക? Cu2+. അപ്പം അങ്ങനെയാണെങ്കിൽ കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം എന്തായിരിക്കും? Cu2+ plus 2 ഇലക്ട്രോൺ gives Cu. ഇനി ആനോഡിലേക്ക് പോകാൻ ആരുണ്ട്? Cl- H2O. അപ്പം അതിൽ ഓക്സീകരണ പ്രവണത കൂടിയത് Cl- തന്നെ. ഇതിൽ ഇക്വേഷൻ ഇത് തന്നെ 2Cl- gives Cl2 plus 2 ഇലക്ട്രോൺ. ഇതിൽ അവശേഷിച്ച് ആരൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇതിലാകപ്പാട് അവശേഷിച്ച് ഈ ജലം മാത്രമേ ഉള്ളൂ, H2O. ഇപ്പം കിട്ടിയ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ Cu കിട്ടി, ഇവിടെ Cl2 കിട്ടി, കോപ്പറും ക്ലോറിനും നമുക്ക് കിട്ടി. Cu കിട്ടി, ക്ലോറിൻ കിട്ടി. Cl2 ലൈൻ്റെ വ്യത്യാസം നടത്താൻ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ കോപ്പറും കിട്ടും, ക്ലോറിനും കിട്ടും. ഇനി അടുത്ത ഏതാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. നമുക്കറിയാം തുരിശ് ലൈൻ. തുരിശ് ലൈനിൽ ഏതൊക്കെ അയോൺ ഉണ്ടാകാം? Cu2+, SO4 H2O. 3 അയോണുകളുണ്ട്. Cu2+, SO4 H2O. അപ്പോൾ ഇതിൽ കാഥോഡിലേക്ക് ആരായിരിക്കും നീങ്ങുക? Cu2+ഉം H2O. ഇവർ 2 പേരും ചെന്നാൽ ഇവരിൽ നിരോക്സീകരണ പ്രവണത കൂടിയത് Cu2+ തന്നെ. അങ്ങനെയാണെങ്കിൽ കാഥോഡിൽ രാസപ്രവർത്തനം ഇത് തന്നെ Cu2+ plus 2 ഇലക്ട്രോൺ gives Cu. ഇനി ആനോഡിലേക്ക് നീങ്ങുന്ന ആരായിരിക്കും? SO4 ഉണ്ട്, H2O ഉണ്ട്. SO4 H2O. ആരൊക്കെയായിരിക്കും ഓക്സീകരണ പ്രവണത കൂടിയത്? H2Oയ്ക്ക് തന്നെ. അങ്ങനെ ആകുമ്പോൾ ആനോട് നടക്കുന്ന രാസപ്രവർത്തനം എന്തായിരിക്കും? 2H2O gives O2 plus 4H+ plus 4 ഇലക്ട്രോൺ.
രണ്ട് ജലതന്മാത്ര ചേർന്ന് O2 ഉണ്ടായി, 4H+ഉം 4 ഇലക്ട്രോണും ഉണ്ടായി. ലൈനിൽ അവശേഷിച്ച് ഏതാണെന്ന് നോക്കാം. SO4 ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഏത് അവശേഷിക്കുന്നു? ഇവിടെ കിട്ടിയ H+ഉം 4H+ ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയ ഉൽപ്പന്നം ഏതായിരിക്കും? സൾഫ്യൂരിക് ആസിഡ്. എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റ് ലൈനി സൾഫ്യൂരിക് ആസിഡായി മാറും കംപ്ലീറ്റ്. ഇപ്പം കിട്ടിയ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കോപ്പർ കിട്ടി, ഇവിടെ ഓക്സിജൻ കിട്ടി. കിട്ടിയ ഉൽപ്പന്നങ്ങൾ Cu, O2, H2, SO4 3 ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടും. കോപ്പർ കിട്ടും, ഓക്സിജൻ കിട്ടും, H2SO4 കിട്ടും. അവസാനമായിട്ട് നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? സൾഫ്യൂരിക് ആസിഡ് ചേർത്ത ജലം. എന്തിനാണ് സൾഫ്യൂരിക് ആസിഡ് ചേർക്കുന്നത്? ജലം, ശുദ്ധമായ ജലം വൈദ്യുതവാഹിയല്ല. അതിൽ കൂടി അല്പം ആസിഡ് ചേർക്കാമെങ്കിൽ വൈദ്യുതി നന്നായിട്ട് കടന്നു പോകും. അതുകൊണ്ട് അല്പം ആസിഡ് ചേർത്ത ജലത്തെയാണ് ഇലക്ട്രോസിസിന് വിധേയമാക്കുക. ഇപ്പം ഇതിൽ ഏതൊക്കെ അയോണുകൾ കൊണ്ട് നമുക്ക് നോക്കാം. നമുക്കറിയാം ആസിഡുകളെല്ലാം ജലത്തിലേക്കുമ്പോൾ H+ അയോൺ ഉണ്ടാകുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഈ H+ അയോണിന് സ്ഥിരതയില്ലാത്തതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യും? അത് ഓരോ ജല തന്മാത്രയായിട്ട് കൂടിച്ചേരും. അപ്പോൾ എന്തുണ്ടായി? H3O+ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ അയോണുകൾ ഉണ്ടാവും? H3O+. കൂടാതെ ജലം H2O ഉണ്ടാവും. പിന്നെ സൾഫ്യൂരിക് ആസിഡ് SO4 ഉണ്ടാവും. ഇപ്പോൾ 3 ഘടകങ്ങളാണ് ഇതിലുണ്ടാകാൻ സാധ്യത. H3O+, H2O, SO4 ഇതിൽ കാഥോഡിലേക്ക് നീങ്ങുന്ന ആരൊക്കെയായിരിക്കും? പോസിറ്റീവ് അയോണായ H3O+, H2O. ഇതിൽ നിരോക്സീകരണ പ്രവണത കൂടിയത് H3O+ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം നമുക്ക് നോക്കാം. 2H3O+ plus 2 electron gives H2 plus 2H2O. ഇവിടെ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ 2H3O+ plus 2 electron gives H2 plus 2H2O. ഹൈഡ്രജനും കിട്ടി, ജലവും കിട്ടി. ഇനി ആനോഡിലേക്ക് നീങ്ങുന്ന ആരൊക്കെയായിരിക്കാം? SO4 ഉണ്ട്, H2O ഉണ്ട്. SO4 H2O. അതിൽ ഓക്സിജന പ്രവണത കൂടുതലായിരിക്കും H2O തന്നെ. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്താണ്? ഈ ഇക്വേഷൻ തന്നെ. 2H2O gives O2 plus 4H+ plus 4 ഇലക്ട്രോൺ. അവശേഷിച്ച് ഏതായിരിക്കും? ഇവിടെ SO4 അവശേഷിക്കുന്നു, H+ അവശേഷിക്കുന്നു. അവശേഷിച്ച സാധനം സൾഫ്യൂരിക് ആസിഡ്. ജലം മുഴുവനും എന്താട്ടുമാകും? സൾഫ്യൂരിക് ആസിഡായി മാറുന്നു. ഇപ്പോൾ കിട്ടിയ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെ? ഇവിടെ ഹൈഡ്രജൻ കിട്ടി, ഇവിടെ ഓക്സിജൻ കിട്ടി, ഹൈഡ്രജൻ കിട്ടി, ഓക്സിജൻ കിട്ടി, സൾഫ്യൂരിക് ആസിഡും കിട്ടി. കാഥോഡിൽ ഹൈഡ്രജൻ, ആനോഡിൽ ഓക്സിജൻ, സൾഫ്യൂരിക് ആസിഡ് ലൈനിലും കിട്ടി. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം വൈദ്യുതി നടത്തുമ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് എല്ലാം നമുക്ക് കിട്ടി. ഇത് പഠിക്കാൻ ഇതേപോലെ സ്വന്തം എഴുതി പഠിക്കുകയാണെങ്കിൽ ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ്. നിങ്ങളിവിടെ നോക്കിയേ, ആദ്യത്തെ 4 അണത്തിനും ആനോഡ് ഇക്വേഷൻ ഒന്ന് തന്നെ. എല്ലാം Cl- ആണ് ചേരുന്നത്. ഈ 2 ഇക്വേഷൻ ഒന്ന് തന്നെ. അപ്പോൾ ഈ ആനോഡിൽ ഇക്വേഷന് പ്രത്യേകത കണ്ടല്ലോ. നമ്മൾ പഠിക്കേണ്ട 4 അണത്തിലും ഇക്വേഷൻ ഒന്ന്. കോപ്പർ സൾഫേറ്റ് ലായനിക്കും ജലത്തിനും ആനോഡ് ഇക്വേഷൻ ഒന്ന് തന്നെ. ഇനി ഇങ്ങോട്ട് വന്നാൽ കാഥോഡ് സോഡിയം ക്ലോറൈഡ് ലായനി, പൊട്ടാസ്യം ക്ലോറൈഡ് ലായനിക്ക് ഒരേ ഇക്വേഷൻ തന്നെ. കോപ്പർ സൾഫേറ്റ് ലായനിക്കും CuCl2 ലായനിക്കും ഒരേ ഇക്വേഷൻ തന്നെ. ജലത്തിന് മാത്രമേ ഇവിടെ മറ്റൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു താരതമ്യ പഠനം നടത്തി പഠിച്ചാൽ മാത്രമാണ് ഈ അധ്യായം വളരെ സിമ്പിളാവും. ഇലക്ട്രോളിസിസ് നമുക്കറിയാം, പരീക്ഷയ്ക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളിലോ 4 മാർക്കുള്ള ചോദ്യങ്ങളിലോ ഇത് പഠാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിച്ചേ നമുക്ക് പറ്റുള്ളൂ. ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് എഴുതി പഠിക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോളിസിസ് വളരെ എളുപ്പമായി പഠിക്കാം. അതുകൊണ്ട് നിങ്ങൾക്കിത് എളുപ്പമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.